ഹലോ, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഈ ഉടുപ്പ് നല്ല രസമുണ്ടാ, മീഷോന്ന് വാങ്ങിയതാണ്. ഓക്കെ, പൈസ എത്ര എനിക്ക് ഓർമ്മയില്ല, 600 എത്രയോ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, നമുക്കിന്ന് തുടങ്ങാം. പെട്ടിയെല്ലാം കണ്ട് നിങ്ങൾ വിചാരിക്കും ഇതിൽ ഒരുപാട് സാധനങ്ങളാണ്. പക്ഷെ അല്ല, 4, 3, 7 സാധനങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. കണ്ടോ, ഇത്രേ ഉള്ളൂ എനിക്ക്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് മേക്കപ്പിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ മേക്കപ്പ് ചെയ്യും. ആദ്യം നമുക്ക് ക്രീം ഇടാം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ക്രീം ഇടല്. നിങ്ങൾ പിന്നെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ടായിരിക്കും ഇടല്. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇങ്ങനെയാണ് ക്രീം ഇടാറ്. നിങ്ങൾക്കെന്നെ കാണുന്നില്ലേ? ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ ചിലവർ പ്രൈമറെല്ലാം ഇടും. പക്ഷെ നമ്മൾ സിമ്പിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് ആ ഏച്ചി ചെയ്തെന്ന ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ എപ്പോൾ ഫൗണ്ടേഷൻ എടുത്താലും ഒരുമാതിരി നമ്മൾ സിമെന്റ് കട്ട ഇട്ട പോലെ ഇല്ലേ, കുമ്മായക്കട്ട, അതുപോലെ എൻ്റെ മുഖം ഉണ്ടാവും. കുറച്ചിട്ടാല് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഇവിടെയെല്ലാം കുറെ കറുപ്പ്, ഇവിടെ കുറെ കറുപ്പ്, ഇല്ല കറുപ്പൊന്നും ഒരുപാട് കറുത്ത് കരിമ്പി പോലെ ഉണ്ടാവും. ഞാൻ എന്നാ ഒന്നും അറിയില്ല. അപ്പൊ എനിക്ക് എന്റെ ഷെയ്ഡ് എടുക്കാനും അറിയില്ല, നല്ല ബ്രാൻഡ് എടുക്കാൻ എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ എന്നോട് മൃദുല്യ എന്ന് പറയുന്ന ചേച്ചിയാണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇത് നല്ല അടിപൊളി സാധനമാണ്, ഇത് നിനക്ക് ചേരും, നീ എടുത്തോ. അങ്ങനെയാണ് ഞാൻ ഇതെടുക്കുന്നത്. പക്ഷെ ഇതൊന്നും യൂസ് ചെയ്യുന്ന എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇത്തിരിയല്ലേ ഞാൻ എടുക്കണോ, ഇത്തിരി ഞാൻ എടുക്കൂലു. അധികമായ അമൃതും വിഷമല്ലേ. സ്പോഞ്ചൊന്നും ഉപയോഗിക്കലില്ലേ, ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്യുമല്ലോ. പിന്നെ മൂക്കെല്ലാം പിന്നെ കരികരി പോലെ ഉണ്ട്. ഈ ഏറ്റവും വലിയ ഹോബി നഖത്തോണ്ട് ഇങ്ങനെ മാന്തലായതുകൊണ്ട് മൂക്കെല്ലാം നല്ല കരി പിടിച്ച പോലെ ഉണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും. കാരണം എനിക്ക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോല്ലേ കൊറേ ആടാ കൊറേ ഈടാ അങ്ങനെ ഉണ്ടാവില്ല. ഒന്നും എനിക്ക് സെറ്റ് ആവലേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ. ഇതിലും ഭേദം ഇടാണ്ടിരിക്കുന്നല്ലേ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിനാണ് ഞാൻ ഇത് ഇടുന്നത്. പിന്നെ ഇവിടെ മാത്രം ഇട്ടാ പോരാ, ഇവിടെയൊക്കെ ഇടണം. പിന്നെ ഞാൻ പോകുന്ന സ്ഥലം അത്ര വലിയ സംഭവമല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ മാത്രമേ ഇടുന്നില്ലൂ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, ഇവിടെ ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡർ. അതിൽ ഞാൻ കുറെ തപ്പിയിട്ട് ഇങ്ങനെയുള്ള കണ്ടുപിടിച്ച സാധനങ്ങളാണ്. ഇതൊന്നും എനിക്ക് ചേരുമെന്ന് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ ചേർത്ത് ഞാൻ മറ്റേ കേക്കിന് ക്രീമിട്ട പോലെ പുട്ടിയിട്ട് നടക്കും. പറയട്ടെ എല്ലാരും എന്നെ, അയ്യ അവള് നോക്കുന്നൊക്കെ എല്ലാരും അസൂയപ്പെടട്ടെ എന്നെ കണ്ട്. അടാ, മനസ്സിലാവുന്നുണ്ടോ? കൊള്ളാം. എവിടെയെങ്കിലും വരക്കണം കേട്ടാ കുറച്ച്. അയ്യോ കിട്ടി. നമ്മൾ ഇതിലത്ര വലിയ വിദ്വാൻമാരൊന്നും അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. വലിയ വ്യത്യാസം തോന്നുന്നില്ലേ? പക്ഷെ എന്നാ വ്യത്യാസമുണ്ട്. അധികമായ അമൃതും വിഷമാണ്. അതുകൊണ്ട് നമ്മള് സിമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് ഐലൈനർ ഇവിടെ? സോറി ഗൈസ്, എന്റെ ഐലൈനർ ഒക്കെ മിസ്സിംഗ് ആണ്. ഞാൻ കൺമഷി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ്. ഐലൈനർ കിട്ടിയിട്ടാ. എല്ലാം ഞാൻ എവിടെയല്ലോ വെക്കല, അതുകൊണ്ട് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല എനിക്ക്. എവിടെയല്ലോ കൊണ്ടാക്കും. ഇതെന്റെ കണ്ണാടി, ഇതെന്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. എന്തെല്ലോ എഴുതിയിട്ടെല്ലാം ഉണ്ട്. ടു മൈ വൈഫ്. അധികം വായിക്കുന്നില്ല, ഇംഗ്ലീഷ് ആയതുകൊണ്ട്.
നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ടു മൈ വൈഫ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്റെ ബർത്ത്ഡേക്ക് യു ആർ ബ്യൂട്ടിഫുൾ അങ്ങനെ എന്റെ ഹസ്ബൻഡിനെ പറ്റി പറയുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നെ എങ്ങനെ കിട്ടി നിങ്ങൾക്ക് ശരത്തേട്ടാ? ഐഡിനർ ഇടട്ടെ. പണ്ട് ഞാനിങ്ങനെ ഐലിനർ ഇടുന്ന സമയത്തില്ലേ, എന്റെ ശരത്തേട്ടന്റെ ഒരു ഫ്രണ്ട് പറയും എന്നെ കണ്ടാലേ ഇവളെന്നാ കഥകളിക്ക് പോന്നെയാന്ന് തോന്നുന്നു. പണ്ട് പിന്നെ മൊത്തം അങ്ങ് കഥകളിക്ക് പോകുന്ന പോലെ വരച്ചു വെക്കുന്നു. അതെന്റെ ഒരു ഹോബി അങ്ങനെ. ഇപ്പോഴും ഞാൻ കഥകളിക്ക് പോകുന്നവനെല്ലാം വരക്കും. പക്ഷെ പണ്ട് എനിക്ക് അപാര തൊലിക്കട്ടിയായി. ഇപ്പൊ തൊലിക്കട്ടിക്ക് കുറവൊന്നുമില്ല. നല്ല തൊലിക്കട്ടിയാണ് എനിക്ക്. ഇങ്ങനെയല്ലേ ഇടൂലൂ കേട്ടാ. ഇത്ര മതി. ഇനിയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഇന്നലത്തെ ബ്ലഷ് ഇടാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ബ്ലഷ് ഇല്ലാണ്ട് പുറത്ത് പോവാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഇടാൻ അറിയില്ലെങ്കിലും ഞാൻ ഇതൊക്കെ ഇടും. അല്ല മൂക്കിനെ താടിക്ക് എന്തായാലും ആക്കണം. മൂക്ക് ചുവന്നിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ ചുവക്കണ്ട്? മറ്റേ ജോക്കർ സിനിമയില് ആ ചുവന്ന സാധനം വെക്കുന്ന പോലെ ആയി തോന്നുന്നു. നല്ല കൊളായിട്ടുണ്ടല്ലേ? അത്രക്കൊന്നും കൊളായിട്ടൊന്നുമില്ല. ഒരു കോള് വന്നു പെട്ടെന്ന്, അതുകൊണ്ട് എന്റെ വീഡിയോ പകുതിക്കെന്ന് വെച്ച് കട്ടായി പോയി. ഇനി ഐബ്രോ. എല്ലാരും പറയും ബ്ലാക്ക് യൂസ് ചെയ്യാൻ പാടില്ലാന്നേ, ബ്രൗൺ യൂസ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ എപ്പോ പോയാലും എനിക്ക് ബ്രൗൺ വാങ്ങാൻ ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്ലാക്ക് വെച്ച് ഇങ്ങനെ ദിഗംബരനാവും. ദിഗംബരൻ. ചുരുൾമുടിയിൽ ഇനിയാണ് നമ്മള് ലിപ്സ്റ്റിക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ കളർ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്യും, ഈ കളർ യൂസ് ചെയ്യും. ഇനി വരെ ചുവപ്പൊക്കെ ഉണ്ട് എനിക്ക്. ചുവപ്പൊക്കെ യൂസ് ചെയ്യും ഞാൻ. എല്ലാം യൂസ് ചെയ്യും. പക്ഷെ എന്താ, ഇതെല്ലാം യൂസ് ചെയ്താലും ഞാൻ ഇത് വെച്ചങ്ങ് ഒരക്കും. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്റെ ആര്യമുക്ക് സങ്കടം. അല്ലേ ആര്യ? ഹലോ, ഇതിട്ടാലും ഒരുമാതിരി വളറി പിടിച്ച ചുണ്ടുപോലെയാ ഉള്ളത്. കണ്ടാ, വളറി പിടിച്ച പോലെ ആയില്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ വളറി പിടിച്ച പോലെ പോവാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിട്ടിട്ട് പോവാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ സാധനം വെച്ച് കവർ ചെയ്യുന്ന ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണേ. ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക് കുറെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. എനിക്ക് ഇങ്ങനെ ആക്കിയാല് നമുക്ക് വേറൊരു ഷെയ്ഡ് കിട്ടില്ലേ? രസല്ലേ? ഈ ഷെയ്ഡ് രസല്ലേ? നേരത്തെ സംഭവമേ മാറിയില്ലേ? ഓ, ബ്ലഷ് എല്ലാം തിളങ്ങും വേണ്ടേ. പൊട്ട് കണ്ടാ, ബുക്ക്. എനിക്ക് ബുക്ക് വരെ ഉണ്ട് പൊട്ടിന്. ഞാൻ ബുക്ക് ചെയ്യുന്ന ഒരു പൊട്ട് ചുവപ്പ് തന്നെ ആയിക്കോട്ടെ അങ്ങ് വെക്കാണോ? ഓക്കേ. സിന്ദൂരം വേണോ? സിന്ദൂരൊന്നും വേണ്ട അല്ലേ? ഇനി നമുക്ക് മുടിയും കൂടെ ഒന്ന് റെഡിയാക്കി എങ്ങോട്ട് പോകാം? ട്വിസ്റ്റ് അതല്ല മക്കളെ. ഞാൻ എവിടെ പോകുന്നെന്നറിയോ നിങ്ങൾക്ക്? എവിടെ ഞാൻ പോകുന്നെന്നറിയോ? വേറെ എവിടെയോ അല്ല, മീൻ വാങ്ങാൻ വേണ്ടിട്ടാ ഞാൻ പോകുന്നത്. മറ്റേ അമർ അക്ബർ അന്തോണിയില് നമ്മളെ വിശാലടി പോകുന്നില്ലേ, സൽവാർ സ്യൂട്ടെല്ലിട്ടിട്ട് ടെറ. അതുപോലെ ഞാൻ പോകുന്നു മീൻ വാങ്ങാൻ വേണ്ടിട്ട്. കുറച്ച് വെറൈറ്റി ആയാലും നമ്മളെല്ലാരും ശ്രദ്ധിക്കൂലു. അങ്ങനെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കട്ടെ. അതിനു വേണ്ടി ഞാൻ
ഇങ്ങനെയാണ് മീൻ വാങ്ങാൻ പോകുന്നത്. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ഇവിടുത്തെ ചേട്ടനോട് ഞാൻ എന്നെ കാണുമ്പോ അവര് മീൻ എനിക്ക് കുറച്ച് തരണം. അപ്പൊ ഞാൻ മുടിയും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ പോകും കേട്ടോ. ബൈ ബൈ.